നമസ്കാരം, ഞാൻ ഡോക്ടർ വരുൺ നമ്പ്യാർ, ഫേഷ്യൽ കോസ്മെറ്റിക് സർജൻ. ഞാനിത് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും വളരെ കാലഘട്ടങ്ങളോളം കേട്ടിരുന്ന ഒരു വളരെ പോപ്പുലറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫേഷ്യൽ കോസ്മെറ്റിക് സർജറിയെ കുറിച്ചാണ്. അതായത് മൂക്കിൻ്റെ സൗന്ദര്യ സർജറി അല്ലെങ്കിൽ റൈനോപ്ലാസ്റ്റി. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ ചെറുപ്പം മുതലേ നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു കാര്യമാണ്. ശ്രീദേവി ബോളിവുഡ് ആക്ട്രസ് ശ്രീദേവി മൂക്കിൻ്റെ സർജറി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ മൂക്കിൻ്റെ കോസ്മെറ്റിക് സർജറി ചെയ്തിട്ടുണ്ട്, അല്ലു അർജുൻ മൂക്കിൻ്റെ സർജറി ചെയ്തിട്ടുണ്ട്. അപ്പം വളരെ വളരെ പോപ്പുലറൈസ്ഡ് ആയിട്ടുള്ള പല സിനിമാ നടന്മാരും നമ്മളൊക്കെ ആരാധനയോടെ കണ്ടിരുന്ന വളരെ പോപ്പുലറൈസ്ഡ് ആയിട്ടുള്ള സിനിമാ നടന്മാരും നടിമാരും അവരുടെ മൂക്കിൻ്റെ കോസ്മെറ്റിക് സർജറീസ് അമേരിക്കയിലേക്ക് പോയിട്ട് ചെയ്തിട്ട് വന്നു എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കോസ്മെറ്റിക് സർജറികൾ, അതായത് റൈനോപ്ലാസ്റ്റി എന്ന് പറയുന്ന മൂക്കിൻ്റെ കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളുടെ കൊച്ചു കേരളത്തിൽ വളരെ പോപ്പുലറൈസ്ഡ് ആയിട്ട് ചെയ്തു വരികയാണ്. അത് ഏത് സാധാരണക്കാരനും അല്ലെങ്കിൽ ഒരു വ്യക്തിക്കും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു കോസ്മെറ്റിക് സർജിക്കൽ പ്രൊസീജിയറായി മാറുകയാണ്. എന്താണ് ഈ റൈനോപ്ലാസ്റ്റി എന്നുള്ളത്? അതായത് നമ്മളൊരു വ്യക്തിയുടെ മുഖം എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഹൈലൈറ്റഡ് ആകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മൂക്കാണ്. അപ്പോൾ ആ മൂക്കിന് ആകാര ഭംഗി ഉണ്ടാവുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. ചിലവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ നീളമുള്ള മൂക്കായിരിക്കും. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് വളരെ നീളമുള്ളൊരു മൂക്കാണ്. ചിലവർക്ക് എന്താണെന്ന് വെച്ചാൽ ആ മൂക്കുകൾ അവർക്ക് ഭംഗിക്കുറവായിട്ട് തോന്നുന്നു. ചിലവർക്ക് വളരെ പതിഞ്ഞ മൂക്കുകളാണ്. ചിലവർക്ക് ഈ മൂക്കിൻ്റെ ദ്വാരങ്ങൾ വളരെ വൈഡായിട്ട്, വളരെ കട്ടിയുള്ള സ്കിന്നിൻ്റെ വളരെ വൈഡായിട്ടുള്ള മൂക്കുകളുണ്ട്. ചിലവർക്ക് മൂക്കുകൾ വളരെ ഒടിഞ്ഞ മൂക്കുകളുണ്ട്. ചിലവർക്ക് കൊക്ക മൂക്ക്, അതായത് ഒരു മൂക്ക് പക്ഷിയുടെ ആകൃതിയിലുള്ള കൊക്ക മൂക്കായിട്ടുണ്ട്. അപ്പം ഒരു വ്യക്തിക്ക് എന്താ പറയുക, അവരുടെ കോൺഫിഡൻസിനെ വളരെയധികം ബാധിക്കുന്ന ഒരു മുഖത്തിലെ ഒരു വളരെ ഏറ്റവും എന്താ പറയുക കോസ്മെറ്റിക് സോണാണ് ഈ മൂക്ക് എന്നുള്ളത്. അപ്പോൾ ഈ മൂക്കിൻ്റെ കോസ്മെറ്റിക് സർജറിയെ നമ്മൾ പറയുന്ന പേരാണ് റൈനോപ്ലാസ്റ്റി എന്നുള്ളത്. ഈ റൈനോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ മുമ്പ് കാലങ്ങളിൽ വളരെ നമ്മൾ കേട്ട് കേൾവി പരിചയമുള്ള ഒരു പ്രൊസീജിയർ മാത്രമായിരുന്നു റൈനോപ്ലാസ്റ്റി. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോഷ്യൽ മീഡിയ നമ്മളുടെ എല്ലാവരും വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ യൂട്യൂബ്സ്, അല്ലെങ്കിൽ ഫേസ്ബുക്ക്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം. ഇതിലൊക്കെ നമ്മൾക്കിപ്പോൾ വളരെ ഈസി ആയിട്ട് ആക്സസബിൾ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് പലതരത്തിലുള്ള സർജിക്കൽ വീഡിയോസ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ കൊച്ചിയിലാണെങ്കിലും കണ്ണൂരുള്ള എൻ്റെ പ്ലാസ്റ്റിക് സർജറി സെൻറ്റർ പയ്യന്നൂരാണെങ്കിലും ഞാൻ വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറായി മാറിയിരിക്കുകയാണ് റൈനോപ്ലാസ്റ്റി. ഇതിൻ്റെ അഫോർഡബിലിറ്റിയും വളരെ വളരെ കുറഞ്ഞു വരുന്നു. മുമ്പ് കാലങ്ങളിൽ നമ്മളൊക്കെ കരുതിയിരുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അൺടച്ചബിൾ, അതായത് തൊട്ടുകൂടാൻ പറ്റാത്ത വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സർജറിയാണ് എന്നുള്ളതാണ്. അല്ല, ഇത് ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സർജറിയാണ്. ഈ റൈനോപ്ലാസ്റ്റി ഇപ്പോൾ 2 തരത്തിലാണ് റൈനോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റുന്നത്. അതായത് ഒന്നുകിൽ നമ്മൾക്ക് പൂർണ്ണമായി ബോധം കെടുത്തിയിട്ട് അണ്ടർ ജനറൽ അനസ്തീഷ്യ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് നമ്മൾക്ക് ചെയ്യാം. അല്ലാത്ത പക്ഷം ഈ അടുത്ത് ഞാൻ വളരെയധികം ഒരു യാത്ര ചെയ്തിട്ട് ഞാനൊരു സ്പെഷ്യലൈസേഷൻ ചെയ്തത് എന്ന് പറയുന്നത് അണ്ടർ ലോക്കൽ അനസ്തീഷ്യ, അതായത് വെറും ഇഞ്ചക്ഷൻ്റെ സഹായത്തിൽ രാവിലെ വന്ന് വൈകുന്നേരം സർജറി ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ മടങ്ങി പോവാവുന്ന രീതിയിൽ ഈവൻ ഇഞ്ചക്ഷനിൽ, അതായത് ലോക്കൽ അനസ്തേഷ്യയിലും കൂടി നമ്മൾക്ക് റൈനോപ്ലാസ്റ്റി ചെയ്യാം എന്നുള്ളതാണ്. ഈ റൈനോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂക്കിൻ്റെ ആകാര ഭംഗി കൂട്ടുന്നു. ചിലവർക്ക് വളരെയധികം ഈ മൂക്കിൻ്റെ ഒടിവ് അല്ലെങ്കിൽ ഡീവിയേറ്റഡ് വളഞ്ഞിരിക്കുന്ന മൂക്ക് കാരണം ചിലവർക്ക് ശ്വസിക്കാനുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതിനെ കറക്റ്റ് ചെയ്യുന്നു. ചിലവർക്ക് എന്താ വെച്ചാൽ അവരുടെ ഒരു മൂക്കിൻ്റെ മോഡലിംഗ് പ്രൊഫഷൻ അല്ലെങ്കിൽ സിനിമ പ്രൊഫഷണൽസ് എടുക്കുകയാണെങ്കിൽ അവർക്കൊരു ഐഡിയൽ ഫേസ് വേണം എന്നുള്ളത് അവരൊക്കെ ആഗ്രഹിക്കുന്നതാണ്. അതായത് അവരുടെ മുഖത്തിന് അനുയോജ്യമായ അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷൻ അനുയോജ്യമായ നല്ല ഭംഗിയുള്ള മൂക്കുകൾ, ആ മൂക്കിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് സർജിക്കലി അതിനെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നോർമലി നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റൈനോപ്ലാസ്റ്റിനെ ആവശ്യക്കാരുകൾ. ചിലവർക്ക് എന്താ വെച്ചാൽ ക്ലെഫ്റ്റ് റൈനോപ്ലാസ്റ്റി എന്നൊരു വിഭാഗമുണ്ട്. അതായത് മുറി അണ്ണാക്കിൻ്റെ ഭാഗമായിട്ട് പതിഞ്ഞ വളരെ ആകാര ഭംഗി പൂർണ്ണമായി നഷ്ടപ്പെട്ട മൂക്കുകളുണ്ട്. ഈ മൂക്കുകളെ വളരെ ഭംഗിയായിട്ട് ഒരു എസ്തെറ്റിക് സോണിലോട്ട് കൊണ്ടുവരാനും ഈ റൈനോപ്ലാസ്റ്റി സർജറിയെ കൊണ്ട് നമുക്ക് സഹായകമാണ്. അപ്പോൾ നോർമലി പറയുകയാണെങ്കിൽ ഏതൊക്കെ കേസിലാണ്
റൈനോപ്ലാസ്റ്റി നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞില്ല, മൂക്കിന് വലുപ്പം കൂടുതൽ, വീതി കൂടുതലാണെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾക്ക് ആ മൂക്കിൻ്റെ ഈ വീതി തരുന്ന ആലാർ ബേസിനെ ചെറിയൊരു ഇഞ്ചെക്ഷൻ ചെയ്തിട്ട് അന്ന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നേരത്തെ ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ മൂക്കിൻ്റെ ഈ ദ്വാരത്തിൻ്റെ വലുപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് കുറക്കാം. ചിലവർ ആ ദ്വാരത്തിൻ്റെ വലുപ്പം കുറച്ച് കഴിഞ്ഞാൽ തന്നെ വളരെയധികം ഹാപ്പി ആവുന്നുണ്ട്. ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ആ മൂക്കിനെ വലുപ്പം കുറയ്ക്കേണ്ടി വരുന്ന കേസുകളുണ്ട്. അങ്ങനെയാകുമ്പോൾ ഓപ്പൺ റൈനോപ്ലാസ്റ്റി എന്നാണ് അതിനെ പറയുന്നത്. അതായത് മൂക്കിനെ പൂർണ്ണമായിട്ട് റൂഫിങ്, അതായത് തുറന്നിട്ട് നമ്മൾ മൂക്കിൻ്റെ വലുപ്പം കുറയ്ക്കുന്നു, മൂക്കിൻ്റെ ഷാർപ്നെസ്, അതായത് മൂക്കിൻ്റെ പാലത്തിൻ്റെ ഷാർപ്നെസ് കൂട്ടുന്നു, മൂക്കിൻ്റെ ആകാര ഭംഗി വളരെ പോയിന്റഡ് ആയിട്ടുള്ള നോസാക്കി മാറ്റുന്നു. അപ്പം ഇതൊക്കെ ചെയ്യണമെങ്കിൽ വളരെ ദൈർഘ്യമുള്ള ഒരു പ്ലാസ്റ്റിക് സർജിക്കൽ പ്രൊസീജിയറാണ്. ഏറ്റവും കാൽക്കുലേറ്റീവ് ആയിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു സർജറിയാണ് ഈ റൈനോപ്ലാസ്റ്റി. ഈ റൈനോപ്ലാസ്റ്റി സർജറി പൊതുവേ നമ്മൾ കേരളത്തിൽ അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു മിനിമം 75,000 മുതൽ ഒരു 1.5 ലക്ഷം രൂപ വരെയും പല ഹോസ്പിറ്റലുകളിൽ പല തരത്തിലുള്ള ചാർജസ് അവൈലബിൾ ആണ്. 75,000 മുതൽ 1.5 ലക്ഷം രൂപ വരെ ചിലവ് വരുന്ന ഒരു സർജറിയാണ് റൈനോപ്ലാസ്റ്റി സർജറി അല്ലെങ്കിൽ മൂക്കിൻ്റെ സൗന്ദര്യ സർജറി. ഇത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ദിവസം റെസ്റ്റ് വേണം എന്നുള്ളതാണ് വളരെ കോമൺ ആയിട്ടുള്ളൊരു ചോദ്യം. ഇപ്പോൾ റൈനോപ്ലാസ്റ്റി സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂക്കിന് നമ്മളൊരു ചെറിയൊരു പ്ലാസ്റ്റർ കാസ്റ്റ് ഇടുന്നതായിരിക്കും. ആ പ്ലാസ്റ്റർ കാസ്റ്റ് മിനിമം ഒരു 7 ദിവസം, 6 മുതൽ 7 ദിവസം വരെ മൂക്കിൻ്റെ പുറത്ത് കിടക്കേണ്ടതാണ്. 7ാമത്തെ ദിവസം ഈ പ്ലാസ്റ്റർ കാസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് തിരിച്ച് എല്ലാ നോർമൽ ആക്ടിവിറ്റീസും ചെയ്യാം. ഇനീഷ്യലി ആദ്യത്തെ ഒരാഴ്ച വരെയും അത്യാവശ്യം നീരുണ്ടാവുന്നു. ചിലവർക്ക് കണ്ണിന് ചുറ്റും നീലിച്ച, അതായത് ഒരു ബ്ലഡ് ക്ലോട്ട് പോലെ അല്ലെങ്കിൽ ഒരു ഹെമറ്റോമ വരാനുള്ള സാധ്യതകളുണ്ട്. ആ നീലിച്ച ഒരു 7 ദിവസം കൊണ്ട് മെല്ലെയായിട്ട് കുറയുന്നതായിരിക്കും. പിന്നെ മൂക്ക് മൊത്തമായി എടുക്കുകയാണെങ്കിൽ നീരായിരിക്കും. അത് ഗ്രാജ്വലി 1 മാസം മുതൽ 8 മാസം ടൈം എടുക്കുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ട് ആ മൂക്ക് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടും വളരെ നമ്മൾ മുമ്പ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ മൂക്ക് അത്രയും ഫ്ലെക്സിബിലിറ്റി അച്ചീവ് ചെയ്തിട്ട് ഉള്ള ഒരു മൂക്കായി മാറുന്നു എന്നുള്ളതാണ്. ഈ മൂക്കിൻ്റെ ശ്വാസത്തിനെയോ അല്ലെങ്കിൽ ശ്വാസം വലിക്കുന്നതിനോ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു കോംപ്ലിക്കേഷൻസും ഈ റൈനോപ്ലാസ്റ്റി സർജറിയിൽ ഇല്ല. പിന്നെ റൈനോപ്ലാസ്റ്റി സർജറി എന്ന് പറയുന്നത് ബോധം കെടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു മിനിമം ഒരു 2.5 മുതൽ 4 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു സർജറിയാണ്. അണ്ടർ ലോക്കൽ അനസ്തേഷ്യ, അതായത് ഇഞ്ചക്ഷൻ്റെ സഹായത്തോടെ ചെയ്യുകയാണെങ്കിൽ ഈ ഫുൾ ഓപ്പൺ റൈനോപ്ലാസ്റ്റി, നേരത്തെ പറഞ്ഞത് നമ്മൾ ബോധം കെടുത്തിട്ട് ചെയ്യുന്ന മൊത്തം മൂക്ക് തുറന്നിട്ടുള്ള റൈനോപ്ലാസ്റ്റി നമ്മൾക്ക് ഈവൻ ഇഞ്ചക്ഷനിലും ഇപ്പോൾ ചെയ്യാൻ പറ്റും, തരിപ്പിച്ചുകൊണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു മിനിമം 5 മുതൽ 6 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂറെങ്കിലും മിനിമം വേണ്ടി വരുന്നതാണ് ഈ അണ്ടർ ലോക്കൽ അനസ്തേഷ്യ ആണെങ്കിൽ. ചെയ്ത് കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിന് അന്ന് തന്നെ ലോക്കൽ അനസ്തേഷ്യയിൽ റൈനോപ്ലാസ്റ്റി ചെയ്താൽ കഴിഞ്ഞാൽ അന്ന് തന്നെ പേഷ്യൻറ്റിന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതായിരിക്കും. ഈ റൈനോപ്ലാസ്റ്റി പ്രൊസീജിയറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇതിന് ഐഡിയൽ കാൻഡിഡേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഒരു വ്യക്തിയുടെ എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും, അതായത് നോർമലി ഒരു സർജറിക്ക് പ്രിപ്പയർ ചെയ്യുന്ന പോലെ എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ വാല്യൂസ് ഒക്കെ വളരെ നോർമൽ ആണെന്നുണ്ടെങ്കിൽ ആർക്കും റൈനോപ്ലാസ്റ്റി സർജറിയിലോട്ട് പോവാം. പിന്നെ നിങ്ങളുടെ താല്പര്യമാണ് ഇതിൻ്റെ വലിയ ഘടകം. ഒരു കാരണവശാലും ഒരു പ്ലാസ്റ്റിക് സർജനോ അല്ലെങ്കിൽ ഒരു മുഖത്തിൻ്റെ കോസ്മെറ്റിക് സർജനോ എല്ലാ വ്യക്തികളോടും പോയിട്ട് റൈനോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറയാറില്ല. ആ വ്യക്തിയുടെ ആഗ്രഹമാണ് റൈനോപ്ലാസ്റ്റി. അല്ലെങ്കിൽ ഏത് കോസ്മെറ്റിക് സർജറിയും നമ്മൾക്കൊരു വ്യക്തിയെ, ഒരു പേഷ്യൻറ്റിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാ പേഷ്യൻസിനും പല പ്രശ്നങ്ങളും തോന്നും. പക്ഷേ ആ വ്യക്തികൾക്ക് തോന്നുകയാണ് എൻ്റെ മൂക്കിൻ്റെ ആകാര ഭംഗി കൂട്ടാൻ പറ്റും എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഒരു പ്ലാസ്റ്റിക് സർജനെ അല്ലെങ്കിൽ ഈ റൈനോപ്ലാസ്റ്റി ചെയ്യുന്ന വിദഗ്ധൻ്റെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് റൈനോപ്ലാസ്റ്റിയെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു കൺസൾട്ടേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. Thank you so much.